ഡൽഹിയിലെത്തി. ഇനി എമിഗ്രേഷന് വേണ്ടി പോകണം. ഇനി ട്രാൻസ്ഫർ നോക്കിയിട്ട് എമിഗ്രേഷന് പോയിട്ട് എമിഗ്രേഷൻ കഴിഞ്ഞ് സെക്യൂരിറ്റി ചെക്കിനും കഴിഞ്ഞിട്ട് ഗേറ്റിലേക്ക്. ഇത് കുറേ ദൂരമുണ്ട്. ഈ സാധനം ഇല്ലെങ്കിൽ അപ്പുറത്തൊന്നും അടുത്ത കാലത്തൊന്നും എത്തൂല, അല്ലെങ്കിൽ 1 കിലോമീറ്റർ ദൂരം ഉണ്ടെന്നാണ് തോന്നുന്നത്. സമയം 12:30. എനിക്കൊന്ന് 2 മണിക്കാന്ന് തോന്നണം. ഇനി ഇവിടെ എമിഗ്രേഷനൊക്കെ ചെയ്ത് സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് വരുമ്പോഴേക്കും ടൈം ആവും. അപ്പോൾ റൺ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓഹ് ഗോഡ്, ദിസ് ഈസ് ഡൽഹി എയർപോർട്ട്. നേരത്തെ എൻ്റെ വ്ളോഗ് കാണുന്നവർക്ക് അറിയാമായിരിക്കും. ഓഹ് കാലുളിക്ക്. നിങ്ങൾ ആദ്യമായിട്ടല്ല എൻ്റെ വ്ളോഗിൽ ആദ്യമായിട്ടായിരിക്കും ഇത്ര ക്വാളിറ്റിയിൽ കാണാമെന്ന്. മറ്റേയൊക്കെ M31 ആയിരുന്നല്ലോ ഇത്. ഇതാണ് ട്രാൻസ്ഫേഴ്സ്. ഞാൻ ആ വഴി കയറിയിട്ട് ഈ വഴി ലിഫ്റ്റിലേക്ക് മുകളിലോട്ട് പോകാനാണ് പറഞ്ഞത്. അറൈവൽ സെക്കൻഡ് ഫ്ലോർ. എൻ്റെ ദൈവമേ, ഇത് എവിടെ വന്ന് നിൽക്കണത്? ഇവിടുന്ന് ഞാൻ എവിടെ പോകും? താഴെ ഇത്രയും പ്രശ്നമില്ലല്ലോ. ഡിപ്പാർച്ചർ ഐ തിങ്ക്. ദൈവമേ, വേറൊരു പ്രത്യേകമായ കാര്യം, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുത്തൻ ഇംഗ്ലീഷിൽ സംസാരിക്കില്ല, എല്ലാവരും ഹിന്ദിയിലായിരിക്കും സംസാരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഹിന്ദി ഇട്ട് അറിയാനും മേല. ഈ ഭാഗ്യം അറിയാവുന്ന ഇംഗ്ലീഷൊക്കെ വെച്ച് ഞാൻ ചോദിച്ചറിഞ്ഞ് ഇവിടെ എത്തി. അവർക്ക് ഹിന്ദി മാത്രമല്ല ഇംഗ്ലീഷും അറിയാം. ഇനി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വരാം കേട്ടോ. സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ എമിഗ്രേഷനും കഴിഞ്ഞു, സെക്യൂരിറ്റി ചെക്കിങ്ങും കഴിഞ്ഞു. ഇതിനകത്ത് ഗേറ്റ് നമ്പർ കൊടുത്തിട്ടില്ല, സ്ക്രീനിലായിരിക്കും വരുള്ളൂ ഗേറ്റ് നമ്പറൊക്കെ.